Hello guys, welcome back. ഇതാണ് ഓഡിയോ പറയുന്ന ബ്രാൻഡിൻ്റെ അവരുടെ CM36 എന്ന് പറയുന്ന ലാവലർ മൈക്ക് അല്ലെങ്കിൽ ലാപ്പൽ മൈക്ക് എന്ന് പറയുന്നത്. ഇതൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് മൈക്രോഫോൺ ആണ്. സോ നിങ്ങളൊരു സ്റ്റാർട്ടിംഗ് ലെവൽ ബിഗിനർ ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മൈക്രോഫോൺ റെക്കമെൻഡബിൾ ആണ്. അതിനുള്ള ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഏതൊരു ഫോൺസുമായിട്ട് ഇത് കമ്പാറ്റബിൾ ആണ്. അതിനൊത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിലൊരു കംപ്ലീറ്റ് അൺബോക്സിംഗ് പ്ലസ് റിവ്യൂ ആണ് ഇന്നത്തെ ഈ വീഡിയോ കൂടെ കാണാൻ പോകുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്? ബോക്സ് കണ്ടൻസ് നോക്കുകയാണെങ്കിൽ മൈക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു ടൈപ്പ് സി ടു 3.5ൻ്റെ കൺവേർട്ടർ കൊടുത്തിട്ടുണ്ട്, TRS കണക്ടർ കൊടുത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ക്യാരി ബാഗ് കൊടുത്തിട്ടുണ്ട്, മൈക്ക് ക്യാരി ചെയ്യാനുള്ള ഒരു ചെറിയ ബാഗ് കൊടുത്തിട്ടുണ്ട്, ആൻഡ് ഫൈനലി നമ്മുടെ 1 ഇയർ വാറണ്ടി കാർഡും കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു മൈക്കിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ലൊരു ബിൽഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുന്ന സമയത്ത് നല്ലൊരു ബിൽഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വയറിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ നല്ല വയർ ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. 1 മീറ്റർ എങ്ങാണ്ടാണ് ലെങ്ത് വരുന്നത്. അത് ആദ്യം തന്നെ ഒരു പോരായ്മയായിട്ട് എനിക്ക് പറയാനുണ്ട്. കാരണം നമ്മൾ ഈ ടോക്കിംഗ് ഹെഡ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെയാണ്. പക്ഷേ നമ്മൾ ലെങ്തിയിലൊക്കെ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോരായ്മയായിട്ട് തന്നെ എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ലൊരു ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള വയറാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ തിന്നല്ല, അത്യാവശ്യം നല്ല കട്ടി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചുളിയുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നും വരത്തില്ല. നല്ലൊരു ക്വാളിറ്റിയാണ് ഓഡിയോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുത്തിരിക്കുന്നത്. അത് എടുത്ത് പറഞ്ഞേ പറ്റൂ. അതോടൊപ്പം തന്നെ നമ്മൾ കോളറിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ക്ലിപ്പിനും നല്ലൊരു ബിൽഡ് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫിറ്റ് ആയിട്ട് ഇരുന്നോളും. ഞാൻ ഇതിന് മുമ്പ് ഒരു ലാപ്പൽ മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കോളറിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ ജസ്റ്റ് അനങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ വൈബ്രേഷൻ അടിച്ചുകൊണ്ടിരിക്കും. അത് ആ മൈക്കിന് അറിയാൻ പറ്റും, ആ സൗണ്ട് വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. നല്ല രീതിക്ക് തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നുണ്ട്. സോ മെറ്റലിൻ്റെ ബിൽഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈറ്റ് ഫിറ്റിൽ നമ്മളെ കോളറിൽ ഇരുന്നോളും. സോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് അവിടെ ആയിട്ടൊരു മൈക്ക് കാണാൻ പറ്റും. ചെറിയൊരു മൈക്കാണ്. അതോടൊപ്പം തന്നെ അതിൽ നമുക്കൊരു വിൻഷീൽഡും കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. മൈക്കിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് നമുക്ക് 3.5ൻ്റെ കണക്ടർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ 3.5ൻ്റെ ജാക്ക് ഉണ്ടെങ്കിൽ, ഇപ്പം വരുന്ന മിക്ക ഫോൺസിലില്ല, പക്ഷേ എൻ്റെ ഫോൺസിൽ അതിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയറക്റ്റ്ലി കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു മൈക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓപ്പൺ ക്യാമറ ആണെങ്കിൽ ഓപ്പൺ ക്യാമറയിൽ യൂസ് ചെയ്യാം. നോർമൽ ക്യാമറയിലും വർക്ക് ചെയ്യുന്നുണ്ട്. റിയൽമിയിലൊക്കെ നോർമൽ ക്യാമറയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഓപ്ഷൻ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എനേബിൾ ചെയ്തുകൊണ്ട് കണക്ട് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. 3.5 നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അവിടെ ഒരു കണക്ടർ കാണാൻ പറ്റും. ഒരു 3.5 ജാക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ ഹെഡ്ഫോൺസ് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൈക്കിൻ്റെ ക്വാളിറ്റി ഓക്കെ ആണോ എന്ന് ഹെഡ്ഫോൺ വെച്ച് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഓപ്ഷൻ 3.5ൻ്റെ ഓപ്ഷന് ഈ ഒരു മൈക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ്ലി നമുക്ക് 3.5 കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇനി നിങ്ങളുടെ കയ്യിൽ ടൈപ്പ് സി ഫോണാണ് ഇരിക്കുന്നതെങ്കിൽ 3.5ൻ്റെ ഓപ്ഷനേ ഇല്ല നിങ്ങളുടെ ഫോണിൽ. ഇപ്പം വരുന്ന മിക്ക ഫോൺസിലില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. സോ അങ്ങനെ വരുവാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബോക്സിൻ്റെ ഒപ്പം തന്നെ 3.5ൻ്റെ കൺവേർട്ടർ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ടു 3.5ൻ്റെ കൺവേർട്ടർ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സോ അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെ. ബോക്സിൻ്റെ ഒപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പം വരുന്ന മിക്ക ഫോൺസിൻ്റെ അകത്തും 3.5ൻ്റെ ജാക്ക് ഉണ്ടാവാറില്ല. സോ അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ടൈപ്പ് സി കൺവേർട്ടർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ PC-ലോ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഒരു TRS കണക്ടർ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ലാപ്ടോപ്പിലാണെങ്കിൽ PC-ലാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഓപ്ഷനും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബോക്സിൻ്റെ ഒപ്പം തന്നെ ഒരു TRS കണക്ടർ കൊടുത്തിട്ടുണ്ട്. 3.5 to TRS കണക്ടർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡയറക്റ്റ്ലി അതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് PC-ലാണ് അല്ലെങ്കിൽ ലാപ്ടോപ്പിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഓപ്ഷനും ഈ ഒരു മൈക്രോഫോണിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഈ ഒരു മൈക്കിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. എത്ര ഫീച്ചേഴ്സ് ഉണ്ട്, എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട് എന്നതല്ല കാര്യം. ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് ഇരിക്കുന്നതാണ് കാര്യം. അതാണ് മെയിൻ സംഭവം എന്ന് പറയുന്നത്. റിസൾട്ട് എങ്ങനെ ഇരിക്കുന്നു എന്നതിലാണ് കാര്യമുള്ളത്. സോ ഞാൻ ആദ്യം തന്നെ ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഔട്ട്ഡോർ കണ്ടീഷനിലാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ആംബിയന്റ് നോയ്സ് വരുന്നുണ്ടോ, കിളിയൊക്കെ കരിയുന്ന ശബ്ദങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളൊന്ന് സാമ്പിൾ കണ്ടുവരിക. ഹേ ഗൈസ്, ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ ക്വാളിറ്റി റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓഡിയോ പറയുന്ന ബ്രാൻഡിൻ്റെ CM36 എന്ന് പറയുന്ന ലാപ്പൽ മൈക്ക് ഉപയോഗിച്ചുള്ളതാണ്. ഞാൻ ഇവിടെയാണ് മൈക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ കോളറിൽ മൈക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ കണക്ട് ചെയ്യാം. സോ എനിക്ക് ഇവിടെ ആയിട്ട് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്ത രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് ആംബിയന്റ് നോയ്സ് ചെറിയ രീതിയിൽ വരുന്നുണ്ട്. ഔട്ട്ഡോർ കണ്ടീഷനിലൊക്കെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ആംബിയന്റ് നോയ്സ് വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ചെറിയ രീതിയിലൊക്കെ കിളി കയറിയുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. സോ അതൊരു ലാവലർ മൈക്ക് അല്ലെങ്കിൽ ലാപ്പൽ മൈക്കിൽ ഓക്കേഷനാണ്. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിലും എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. എക്സ്പെഷ്യലി നമ്മൾ ഔട്ട്ഡോർ കണ്ടീഷനിൽ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ആ ഒരു കണ്ടീഷനിൽ എടുക്കുന്ന ആ ഒരു റെക്കോർഡിങ്ങിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓഡിയോ പറയുന്ന ബ്രാൻഡിൻ്റെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊള്ളാവുന്ന ഒരു സംഭവം തന്നെയാണ്. സോ ഔട്ട്ഡോർ കണ്ടീഷനിൽ ആ ഒരു ഓഡിയോ ക്ലാരിറ്റി ടെസ്റ്റ് നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത രീതിയിൽ ഞാൻ 2-3 വട്ടം ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. സോ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ആംബിയന്റ് നോയ്സ് തീരെ വരുന്നില്ല എന്നല്ല, ആംബിയന്റ് നോയ്സ് വരുന്നുണ്ട്, തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഒരു ലാവലിയർ മൈക്ക് എന്ന രീതിയിൽ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ആംബിയന്റ് നോയ്സ് അവിടെ പിടിക്കും.
ഇരിക്കുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം എൻ്റെ വോയിസ് ക്യാപ്ചർ ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. എന്നാലും ആംബിയന്റ് നോയ്സ് വരുന്നുണ്ട്, അത് എടുത്ത് പറഞ്ഞേ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഇൻഡോർ കണ്ടീഷനിൽ, അതായത് ഈ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ നമുക്ക് എങ്ങനെ ഓഡിയോ ക്വാളിറ്റി കിട്ടുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. സോ ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓഡിയോ എന്ന ബ്രാൻഡിൻ്റെ CM36 എന്ന് പറയുന്ന ലാവലർ മൈക്ക് അല്ലെങ്കിൽ ലാപ്പൽ മൈക്ക് ഉപയോഗിച്ചിട്ടുള്ളതാണ്. എങ്ങനെയുണ്ട്, ആ ഒരു എക്കോ ഒക്കെ വരുന്നുണ്ടോ അല്ലെങ്കിൽ ആംബിയന്റ് നോയ്സ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ഒരു സ്റ്റുഡിയോ എന്ന രീതിയിൽ നോർമൽ രീതിയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഔട്ട്ഡോർ കണ്ടീഷനിലല്ല, വിൻഡോസ് ഒക്കെ ക്ലോസിലാണ്. സോ എക്കോ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സോ ഈ ഒരു സെറ്റപ്പിൽ മിക്കവാറും വരാനുള്ളത് എക്കോ ആണ്. ഇങ്ങനെ എക്കോ അടിച്ചുകൊണ്ടിരിക്കും ഈ ലാപ്പൽ മൈക്ക് അല്ലെങ്കിൽ ലാവലർ മൈക്കിൽ. കണ്ടൻസർ മൈക്രോഫോണിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറില്ല, കുറവാണ്, വളരെ കുറവാണ്. എന്നാൽ ലാവലർ മൈക്ക് അല്ലെങ്കിൽ ലാപ്പൽ മൈക്കിൽ വരാറുണ്ട്. സോ ആ ഒരു എക്കോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, ഓക്കെ ആണ്. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് നല്ലൊരു ലാപ്പൽ മൈക്ക് തന്നെയാണ്, നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. നിങ്ങളൊരു ബിഗിനർ സ്റ്റാർട്ടിംഗ് ക്രിയേറ്റർ ആണെങ്കിൽ, നിങ്ങളൊരു കണ്ടൻസർ മൈക്രോഫോൺ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓഡിയോ ക്വാളിറ്റി ഓക്കെ തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു മൈക്രോഫോണിൻ്റെ ഓഡിയോ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് എൻ്റെ കയ്യിൽ ബോയുടെ V10 എന്ന് പറയുന്നൊരു മൈക്രോഫോൺ ഉണ്ട്. സോ ആ ഒരു മൈക്രോഫോൺ വെച്ച് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കാണിക്കുകയാണ്. പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് നല്ല ഡിഫറൻസ് ഉണ്ട്. ആ മൈക്കിൻ്റെ പ്രൈസ് നല്ല കൂടുതലാണ്. അതായത് V10, ബോയുടെ V10 എന്ന് പറയുന്ന മൈക്രോഫോൺ നല്ല പ്രൈസ് കൂടുതലാണ്. പക്ഷേ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു മൈക്കാണ്. സോ ക്വാളിറ്റി ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. സോ ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോയുടെ BY-V10 എന്ന് പറയുന്ന മൈക്രോഫോൺ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇതൊരു വയർലെസ് മൈക്രോഫോൺ ആണ്. സോ പ്രൈസ് റേഞ്ചൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിലും ഓഡിയോ ക്വാളിറ്റി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഓഡിയോയുടെ CM36 എന്ന് പറയുന്ന ലാവലർ മൈക്കിലോട് സ്വിച്ച് ചെയ്ത് കാണിച്ചു. സോ ഇതാണ് ബോയുടെ BY-V10 എന്ന് പറയുന്ന മൈക്കിന്റെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓഡിയോ പറയുന്ന ബ്രാൻഡിന്റെ CM36 എന്ന് പറയുന്ന ലാവലർ മൈക്ക് ഉപയോഗിച്ചിട്ടുള്ളതാണ്. സോ ഓഡിയോ ക്വാളിറ്റിയുടെ ഡിഫറൻസ് എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആംബിയന്റ് നോയ്സ് ഏതിലാണ് കൂടുതൽ പിടിക്കുന്നത്, ഏതിലാണ് ഏറ്റവും കൂടുതൽ എക്കോ പിടിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കാം. എന്തൊക്കെ പറഞ്ഞാലും പ്രൈസ് റേഞ്ചിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയതാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന മൈക്രോഫോണായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയതാണ്. ഓൾറെഡി എൻ്റെ കയ്യിൽ കണ്ടൻസർ മൈക്ക് ഉണ്ട്, അതുമായിട്ട് കമ്പയർ ചെയ്തൊരു കാര്യമില്ല. കാരണം നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട് ആൻഡ് മൈക്രോഫോണിൽ നല്ല ഡിഫറൻസ് കാണാൻ പറ്റും. ആൻഡ് ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു മൈക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇതൊരു ബഡ്ജറ്റ് സെഗ്മെന്റ് മൈക്കാണ്. ഇതിൻ്റെ പ്രൈസിംഗ് ആണ് 800 രൂപ. 800 രൂപയ്ക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഒരു പോരായ്മ ഞാൻ എടുത്ത് പറയുന്നുണ്ട്, വയറിൻ്റെ ലെങ്ത് ആണ്. വയറിൻ്റെ ലെങ്ത് അത്യാവശ്യം നല്ല രീതിയിൽ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വയറിൻ്റെ ബിൽഡൊക്കെ അടിപൊളിയാണ്, നല്ല ബിൽഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ചുളിയുന്ന പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പക്ഷേ ആ ഒരു ലെങ്ത് കുറവാണ്. നിങ്ങളൊരു ലെങ്ത്തിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പോരായ്മ അറിയാൻ പറ്റും. ഇതെനിക്ക് ഡയറക്റ്റ്ലി ബ്രാൻഡ് അയച്ചു തന്നത്, ഈ ഓഡിയോ എന്ന് പറയുന്ന ബ്രാൻഡ് എനിക്ക് ഡയറക്റ്റ്ലി അയച്ചു തന്ന പ്രോഡക്റ്റാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ ഒരു ബഡ്ജറ്റിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലെങ്ത് ലേശം കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വയറിൻ്റെ ലെങ്ത് ലേശം കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന പോലെ ടോക്കിംഗ് ഹെഡ് വീഡിയോസ് ഒക്കെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രോബ്ലംസ് അറിയത്തില്ല. ഇപ്പം എനിക്കത് വലിയൊരു പ്രോബ്ലം ആയിട്ട് തോന്നത്തില്ല. പക്ഷേ നിങ്ങൾ ലെങ്ത്തിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രോബ്ലം അറിയാൻ പറ്റും. 800 രൂപ കൊടുത്ത് വാങ്ങിയ സമയത്ത് തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രോബ്ലം അറിയാൻ പറ്റും. സോ 1.5 മീറ്റർ 1 മീറ്റർ എങ്ങാണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പ്രോബ്ലം എടുത്ത് പറഞ്ഞത്. സോ ഈ ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.